നമസ്കാരം. കാസർഗോഡ് പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബേക്കൽ ബീച്ചിൽ നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നിയമ നടപടികളുടെ ഭാഗമായി BRDCക്ക്, അതായത് ബേക്കൽ റിസോർട്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അന്ത്യശാസനം നൽകി പഞ്ചായത്ത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് BRDC. കഴിഞ്ഞ ദിവസം നടന്ന പള്ളിക്കര പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. നേരത്തെ അനധികൃത കെട്ടിട നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിക്കര പഞ്ചായത്ത് സെക്രട്ടറി BRDCക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിന്റെ ബലത്തിൽ ഇതിന് പുല്ലുവില കൽപ്പിച്ചു എന്നാണ് ആരോപണം. തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച് BRDCയും സ്വകാര്യ വ്യക്തിയും അനധികൃതമായി നിരവധി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. ഇതിനു പിന്നിൽ വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നും ആരോപണമുണ്ട്. ഇതിന് പിന്നാലെയാണ് പഞ്ചായത്ത് നടപടികളുമായി എത്തിയത്. എന്നാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ നിർദ്ദേശങ്ങൾ BRDC പാലിക്കുന്നില്ല, മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. BRDC സ്വന്തം ചെലവിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം CPM ഭരിക്കുന്ന പള്ളിക്കര പഞ്ചായത്ത് ഭരണസമിതി അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനുള്ള ചെലവ് BRDC വഹിക്കണമെന്നും ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചത്. നാളെ പരാതി കോടതികളിൽ എത്തിയാൽ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയാകുമെന്ന് കണ്ടുകൊണ്ടാണ് മുൻകൂട്ടി പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ ഭയന്ന് നടപടികളിലേക്ക് കടക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നാണ് ആരോപണം. മാത്രമല്ല, പല ഉദ്യോഗസ്ഥരും പള്ളിക്കര പഞ്ചായത്തിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി തടി രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് എന്നും പറയപ്പെടുന്നു. ടൂറിസം മന്ത്രി കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കണ്ണൂർ സ്വദേശിയും മുൻ SFI നേതാവുമായ ഷിജിൻ പറമ്പത്താണ് MD എന്ന നിലയിൽ അനധികൃത നിർമ്മാണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM ഭരിക്കുന്ന പഞ്ചായത്തിന് നോട്ടീസ് നൽകാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. മറ്റ് നടപടികളിലേക്ക് കടക്കാനോ നിയമപരമായി പരാതി നൽകാനോ CPMന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. BRDC MDയുടെ നേതൃത്വത്തിൽ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിലും വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും പരാതിയുണ്ട്. തങ്ങൾക്ക് ഒരു നിയമങ്ങളും ചട്ടങ്ങളും ബാധകമല്ല എന്ന രീതിയിലാണ് MD മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്ത് നോട്ടീസ് നൽകുമ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോൺ വരുന്നതോടുകൂടി ഉദ്യോഗസ്ഥരുടെ മുട്ടിടിക്കാൻ തുടങ്ങും. ഇതോടെ നടപടികളും നിലയ്ക്കും. പള്ളിക്കര പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു തൃശങ്കു സ്വർഗത്തിലാണ്. അനധികൃതമായി BRDC നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കേണ്ടതുണ്ട്. അത് BRDCയുടെ ചെലവിൽ തന്നെ വേണം താനും. ബേക്കൽ ബീച്ചിലെ ടൂറിസം വികസനത്തെ പോലും ബാധിക്കുന്ന രീതിയിലാണ് സ്വകാര്യ വ്യക്തിയുമായി കൂട്ടുപിടിച്ച് BRDC അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ലക്ഷങ്ങളുടെ അഴിമതിയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്നത്. പക്ഷേ പഞ്ചായത്തിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. പഞ്ചായത്ത് നോട്ടീസ് നൽകിയാൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേണ്ടപ്പെട്ടവർ ഫോൺ ചെയ്യും. പിന്നീട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തോറ്റ് മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് പള്ളിക്കര പഞ്ചായത്തിൽ ജോയിൻ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് ഈ അനധികൃത കെട്ടിടങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും അഴിമതിക്കുമൊക്കെ കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണവും ഈ ഒരു അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട്.